ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുനെസ്കോ ലോക പൈതൃക സമിതി സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ മുൻകൂട്ടി അറിയിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വിൻഡോസ് സോഫ്റ്റ്വെയർ തകരാറ് മൂലം തടസ്സപ്പെട്ട വിവിധ സേവന മേഖലകൾ സാധാരണഗതിയിലേക്ക്. ഇന്ത്യയിലെ പണമിടപാടുകളെയും എൻഐസി ശൃംഖലകളെയും തടസ്സം ബാധിച്ചില്ല. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഊർജിതം. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് മലേഷ്യ തായ്ലൻഡിനെയും ശ്രീലങ്ക ബംഗ്ലാദേശിനെയും നേരിടും. നാളെയാണ് ഇന്ത്യ UAE പോരാട്ടം. വാർത്തകൾ വിശദമായി. യുനെസ്കോ ലോക പൈതൃക സമിതി സമ്മേളനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 46ാമത് സമ്മേളനം ഈ മാസം 31-ന് സമാപിക്കും. ഇതാദ്യമായാണ് ലോക പൈതൃക സമിതി സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ മാഡം ഓഡ്രി അസോലെ, യുനെസ്കോ ലോക പൈതൃക സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, സാംസ്കാരിക മന്ത്രിമാർ, അംബാസഡർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. ഇരുസഭകളുടെയും സമാധാനപരമായ നടത്തിപ്പിന് എല്ലാ കക്ഷികളുടെയും പിന്തുണയും സഹകരണവും ഉറപ്പുവരുത്തുക എന്നതാണ് യോഗത്തിന്റെ ഉദ്ദേശം. ബജറ്റ് സമ്മേളനം തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചൊവ്വാഴ്ച അവതരിപ്പിക്കും. മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിരുന്നുവെന്നും 24,000 കോടി രൂപയുടെ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും മന്ത്രി ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു മന്ത്രി. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട പണമാണ് ആവശ്യപ്പെട്ടത്. ബ്രാൻഡിംഗിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ പല തുകകളും നൽകിയിട്ടില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം മുന്നോട്ട് വരുമെന്നും പ്രതീക്ഷിക്കുന്നതായി ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിലെ MPമാർ ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ നേരിട്ട പ്രവർത്തന തകരാറ് മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടസ്സം നേരിട്ട സേവനങ്ങൾ സാധാരണഗതിയിലേക്ക് മടങ്ങുന്നു. വിമാനത്താവളങ്ങൾ, കമ്പനികൾ, ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ, ആരോഗ്യ സർവീസുകൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രശ്നത്തെ തുടർന്ന് മണിക്കൂറുകളോളം നിശ്ചലമാവുകയോ തടസ്സപ്പെടുകയോ ചെയ്തിരുന്നു. അമേരിക്കൻ സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൌഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതായി അറിയിച്ചതിന് പിന്നാലെയാണ് സർവീസുകൾ തകരാറിലായത്. വിമാന സമയക്രമത്തിലെ മാറ്റം, സർവീസ് റദ്ദാക്കൽ തുടങ്ങിയവ ഒരാഴ്ചയോളം തുടരുമെന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത്. സംഭവം മൂലം ലോകത്ത് 5000 വിമാന സർവീസുകളാണ് റദ്ദു ചെയ്തത്. ഇന്ത്യയിലും നിരവധി സർവീസുകൾ റദ്ദു ചെയ്യുകയും നീട്ടിവയ്ക്കുകയും ചെയ്തു. ആഗോള പ്രവർത്തന തകരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മൈക്രോസോഫ്റ്റുമായി ആശയവിനിമയം നടത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തടസ്സത്തിന്റെ കാരണം തിരിച്ചറിഞ്ഞതായും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ശൃംഖലയെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മൈക്രോസോഫ്റ്റ് സേവനങ്ങളിലുണ്ടായ തടസ്സം രാജ്യത്തെ പണമിടപാടുകളെ ബാധിച്ചിട്ടില്ലെന്ന് RBI അറിയിച്ചു. രാജ്യത്തെ ആകെ 10ഓളം ബാങ്കുകളിലും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലും മാത്രമാണ് നേരിയ തോതിലുള്ള പ്രവർത്തന തടസ്സം നേരിട്ടതെന്നും അവ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും RBI വ്യക്തമാക്കി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. സൂറത്ത് കൽ NITയിൽ നിന്നുള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ റഡാർ പരിശോധന പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതിരോധ സേന, അഗ്നിശമന സേന, പോലീസ് എന്നീ വിഭാഗങ്ങൾ സംഭവസ്ഥലത്ത് സജീവമാണ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2616 പേരാണുള്ളത്. ജില്ലയിൽ മാത്രം ഏകദേശം 4 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. കണ്ണൂരിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 76 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ ഗായത്രി നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം.
മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതിക്ക് അയവില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ജില്ലയിലെ 4 താലൂക്കുകളിലായി 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 55 കുടുംബങ്ങളിലെ 232 പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. ചെങ്ങന്നൂർ താലൂക്കിൽ 3ഉം കുട്ടനാട്ടിൽ 2ഉം ചേർത്തലയിലും അമ്പലപ്പുഴയിലും ഓരോ ക്യാമ്പുകൾ വീതം പ്രവർത്തിക്കുന്നുണ്ട്. പമ്പ, മണിമല, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലൂടെ ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. നിരണം, മുട്ടാർ, തലവടി, എടത്വ, വിയപുരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ദുരിതം ഏറെയുള്ളത്. കുട്ടനാട്ടിലെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും ഇപ്പോഴും തോടുപോലെ കിടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് റേഡിയോ പരിപാടി അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ 3ാം സീസണിന്റെ താലൂക്ക് തല മത്സരങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും. തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ മലേഷ്യ തായ്ലൻഡിനെ നേരിടും. രാത്രി 7-ന് നടക്കുന്ന 2ാം മത്സരം ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലാണ്. നാളെയാണ് ഇന്ത്യ UAE പോരാട്ടം. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ 7 വിക്കറ്റിന് തകർത്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നാളെ ആരംഭിക്കുന്ന പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് മുന്നോടിയായി ഇന്ന് ആറന്മുള ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നി പകരുന്ന ചടങ്ങ് നടന്നു. ഒക്ടോബർ 2 വരെ വള്ളസദ്യ വഴിപാട് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളോടാണ് പള്ളിയോട സേവാ സംഘം വള്ളസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസേന 15 വള്ളസദ്യകൾ വരെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 44 വിഭവങ്ങളാണ് വള്ളസദ്യയ്ക്കുള്ളത്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ KSRTCയുടെ ബജറ്റ് ടൂറിസം ആറന്മുള സദ്യയുണ്ണാൻ അവസരമൊരുക്കുന്നു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരന്റെ റിപ്പോർട്ടിലേക്ക്. ആറന്മുള വള്ളസദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിച്ച് മടങ്ങാനുള്ള അവസരമാണ് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നത്. അടുത്ത ശനിയാഴ്ച രാവിലെ 5:30-ന് കണ്ണൂരിൽ നിന്ന് യാത്ര ആരംഭിക്കും. ആദ്യ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രം, കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തൃച്ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തും. 2ാം ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുക്കാൻ അവസരമുണ്ടാകും. ഒരാൾക്ക് 3100 രൂപയാണ് ചാർജ്. തിരുവനന്തപുരം ഐസറിന്റെ 12ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടക്കും. ഉച്ചകഴിഞ്ഞ് വിതുരയിലെ ഐസർ ക്യാമ്പസിലാണ് ചടങ്ങ്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതി അധ്യക്ഷനുമായ പ്രൊഫസർ അജയ് കുമാർ സൂദ് പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും PhD വിദ്യാർത്ഥികൾക്കും ഡയറക്ടർ പ്രൊഫസർ JN മൂർത്തി ബിരുദം സമ്മാനിക്കും. ദക്ഷിണ വ്യോമസേന സ്ഥാപിതമായതിന്റെ 40ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും ദക്ഷിണ വ്യോമസേന തിരുവനന്തപുരത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രദർശന സ്റ്റാളുകളും വിൽപ്പനയും നടക്കും. രാത്രി 9 വരെ ആക്കുളത്ത് സ്വകാര്യ മാളിൽ നടക്കുന്ന പരിപാടികൾ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ മലപ്പുറം സ്വദേശിയായ 14-കാരൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. നിപയാണോ എന്ന് അറിയാൻ വിദഗ്ധ പരിശോധനയ്ക്കായി പൂനെയിലേക്ക് സാമ്പിളുകൾ അയച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. നിപ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പരാതി വസ്തുതയാണെന്ന് കണ്ടെത്തി. കർശനമായ നിയമ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി കോർപ്പറേഷൻ മേയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യുനെസ്കോ ലോക പൈതൃക സമിതി സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ മുൻകൂട്ടി അറിയിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വിൻഡോസ് സോഫ്റ്റ്വെയർ തകരാറ് മൂലം തടസ്സപ്പെട്ട വിവിധ സേവന മേഖലകൾ സാധാരണഗതിയിലേക്ക്. ഇന്ത്യയിലെ പണമിടപാടുകളെയും NIC ശൃംഖലകളെയും തടസ്സം ബാധിച്ചില്ല. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഊർജിതം. ഏഷ്യ കപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് മലേഷ്യ തായ്ലൻഡിനെയും ശ്രീലങ്ക ബംഗ്ലാദേശിനെയും നേരിടും. നാളെയാണ് ഇന്ത്യ UAE പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.